കുട്ടികളെ വന്നേ, സ്കൂളിൽ പോകാൻ സമയമായി കൊണ്ടിരിക്കുക. എന്താ ആ ലേറ്റ് ആയിട്ട് വന്നിട്ട് ബഹളം വെക്കുന്നത്? എന്താ ഇത്? ബാഗാണോ അതേ കരിങ്കല്ലാണോ? എന്താ ഇത്ര നിറഞ്ഞിരിക്കുന്നത്? സത്യം പറഞ്ഞേ, ഇതിനകത്ത് ബുക്സ് തന്നെയാണോ അതോ ഇനി വേറെ വല്ലതും കൂടി വച്ചിരിക്കുകയാണോ? പെട്ടെന്ന് പറയൂ. മാക്സിമം ഇത്രേ പറ്റൂ. ഇനിയും താഴുക പ്രയാസമാണ്. അങ്കിളിനോട് ഒരു സീക്രട്ട് പറയാം. ആരോടും പറയല്ലേ? പറയൂല. പറഞ്ഞോ? ഞങ്ങള് സ്കൂളിലേക്ക് പോകുന്നില്ല. ബാഗിനകത്ത് ബുക്കൊന്നുമില്ല, ഡ്രസ്സാ ഉള്ളത്. മൂന്നാറിലേക്ക് പോവാ. എന്റെ നെറ്റിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല അങ്കിൾ. ഇല്ലെന്നോ? നന്നായിട്ടൊന്ന് നോക്കിയേ. ബുദ്ധിയില്ലാത്തവൻ എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കിയേ. അത് സ്പെഷ്യലായിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? അങ്കിളിനെ കണ്ടാലേ അതറിയാം. അല്ല, അങ്ങനെ പ്രത്യേകം എഴുതേണ്ട ആവശ്യം എന്താ? അയ്യോ, അത് ശരിയാണ്. അതേ കുട്ടികളി, ഇതൊന്നും മാറ്റാൻ സമയമായില്ലേ നിങ്ങൾക്ക്? നീ പറയുന്നത് കേട്ട് ഞാൻ സാറിനെ വിളിക്കണം. എന്നിട്ട് തുറന്നു നോക്കുമ്പോ അതില് ബുക്സും. ചോദ്യം ചെയ്യുമ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പൊ സാറിനെ തുറച്ചു നോക്കിയിട്ട് ഗ്രൗണ്ടിൽ 30 റൗണ്ട്സ് ഓടണമെന്ന് പറയും. കാലത്ത് തന്നെ നിന്റെ പണി തുടങ്ങിയല്ലേ? മിണ്ടാ വാ വന്നേ. അഞ്ജു, നിനക്കെന്താ ഭ്രാന്താണോ? അങ്കിളിനോട് എന്തിനാ പറഞ്ഞേ? അങ്കിൾ അത് ജോക്കായിട്ട് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഉറപ്പായി നമ്മൾ കുടുങ്ങിയേനെ. അങ്ങനെ പറഞ്ഞോണ്ടാ ചെക്ക് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഉറപ്പായും ചെക്ക് ചെയ്തേനെ. അതുകൊണ്ടാ ഞാൻ ചേച്ചിയോടും അങ്കിളിനോടും പറയാറുള്ളത്, ആവശ്യം വരുമ്പോ ബ്രെയിൻ യൂസ് ചെയ്യണോന്ന്. മക്കളെ, ഇന്ന് നിങ്ങൾ താനെ എഴുന്നേറ്റ് റെഡിയായി എന്ന് കേട്ടു. ശരിയാണോ? അതെ മുത്തശ്ശി. മുത്തശ്ശ, മുത്തശ്ശി എന്നെ അനുഗ്രഹിക്ക്. നന്നായി വരും മക്കളെ. ഈ അനുഗ്രഹം എന്തിനാ മോളെ? അത് പിന്നെ മുത്തശ്ശ. അത് പിന്നെ മുത്തശ്ശ ഇന്നലെ അനുഗ്രഹം വാങ്ങിയില്ലല്ലോ, അതുകൊണ്ടാ. ഓഹോ, ലേറ്റായി. ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശ. വന്നേ. ബൈ മക്കളെ, ഹാപ്പി ജേണി. അല്ല, ഞങ്ങൾ ജേണി ചെയ്യാൻ പോണെന്ന് മുത്തശ്ശന് എങ്ങനെയാ മനസ്സിലായേ? ഓ, ശരിയാണല്ലോ. എന്താ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഇവരുടെ സ്കൂൾ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയല്ലേ, അത്രയും ദൂരം പോകണ്ടേ. അതിനൊക്കെ ജേണി എന്നല്ലേ പറയുന്നേ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞു. ഓ, അതാണോ? ഞാൻ വിചാരിച്ചു ഞങ്ങള് യാത്ര പോകുന്നോണ്ട് പറഞ്ഞതാണെന്ന്. എന്താ? പറയ്, എങ്ങോട്ടാ നിങ്ങളുടെ യാത്ര? അത് ഒന്നുമില്ല. ഇന്നലെ ഇവള് ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അതാ ഈ പിച്ചും പെയ്യും പറയുന്നത്. അഞ്ജലി വാ, സ്കൂളിൽ ലേറ്റ് ആവും. ഓ കുട്ടികളെ, വേഗം വാ, വാ ഇങ്ങോട്ട്. ഐശ്വര്യത്തോട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോ ഇങ്ങനെ അശുഭമായിട്ട് നീ എന്തിനാ എതിരെ വരുന്നത്? അയ്യടാ, വലിയ ഭാഗ്യശാലി എന്ന രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ എതിരെ വന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടാ ഉണ്ടായെന്ന് വൈകുന്നേരത്തിന് മുമ്പ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും. ഭയങ്കരം തന്നെ. പോടി ഇങ്ങോട്ട് പോകാൻ. എന്റെ മുരുക, ഒന്നും സംഭവിക്കാതെ കാത്തോളണേ. അയ്യോ കുട്ടികളെ, വേഗം വാ, വാ വാ, വേഗം വാ, വേഗം വാ. അമ്മു, അഞ്ജു, അഞ്ജു.
അയ്യോ വേണ്ട വേണ്ട. അഞ്ജു അഞ്ജു എന്താ സ്കൂളിൽ പോകുന്ന പോലെ അല്ലല്ലോ. അവളുടെ മുഖം കണ്ട ഈ വീട് വിട്ടു പോകുന്ന പോലെയാണല്ലോ തോന്നുന്നത്. ആ ഇത് ശരിയാവില്ല. ഇവളെ ചേച്ചി ഇവള് കാരണം നമ്മള് പെടുവെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് ചേച്ചി. എന്നാ വാ. അഞ്ജു വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരില്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യാം. ആ വാ, സ്കൂളിലേക്ക് ടൈമായി. വാ ഇങ്ങോട്ട് വാ. അഞ്ജു വാ അഞ്ജു. അഞ്ജു വാ. അഞ്ജു മിസ്റ്റർ ഗുപ്ത എന്താണ്? അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ? അതെന്റെ ഒരു ദൗർബല്യമായി പോയി. ഒന്നുമില്ല. എന്താണ് കാര്യമെന്ന് പറഞ്ഞാലും. പറ ഗുപ്ത, എന്തിനാ എന്റെ മോൾ ഇത്രയും വിഷമിച്ച് പോകുന്നേ? അത് അല്പനേരത്തിനകം മനസ്സിലാകും. അതുവരെ നീ എന്നോടൊന്നും ചോദിക്കരുത്. എല്ലാം കുറച്ചു കഴിയുമ്പോ മനസ്സിലാവുമെങ്കിൽ ഞാനെന്തിനാ നിങ്ങളോട് ചോദിക്കുന്നേ? ഞാനെന്താ പക്ഷിശാസ്ത്രം നോക്കാൻ വന്നവനാണെന്ന് കരുതിയോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം നിന്നോട് പറയാം. നിങ്ങളെ ആന്റി, മോളെ മുത്തശ്ശിയെ നന്നായിട്ട് നോക്കണേ. വൈകിട്ട് വന്നിട്ട് മോള് തന്നെ നോക്കിക്കോ. വന്നെങ്കിലല്ലേ. അപ്പൊ ഇനി ഇങ്ങോട്ട് വരില്ലേ? വന്നെങ്കി പറയാൻ വന്നെന്ന്, ഇല്ലെങ്കി എങ്ങനെ പറയാനാ? ആ അങ്ങനെ പറയാൻ എന്താ കാരണം? എന്തായാലും ഇന്ന് വരുമല്ലോ. അത് വരുന്നത് വരെ അറിയില്ലല്ലോ. ബൈ ആന്റി, ബൈ. ഓക്കെ. എന്തിനാ ഓവർ ആക്ടിങ് ചെയ്യുന്നേ? അഞ്ജു 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 വാ അഞ്ജു വാ. മാഡം, എന്റെ മനസ്സിൽ എന്തോ ഒരു സംശയമുണ്ട്. രാവിലെ മുതൽ എന്റെ വലത് കണ്ണ് തുടിക്കുന്നുണ്ട്. അയ്യോ മാഡം, എന്തിനാ ഈ കണ്ണു തുടിക്കുന്ന കാര്യം പറയുന്നേ? എനിക്ക് വേറൊരു കാര്യത്തിലാ സംശയം. ഓ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ? വന്നേ, അകത്ത് ഒരുപാട് പണിയുണ്ട്. അയ്യോ യമരാജാ, അങ്ങയെ വിളിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എല്ലാവരുടെയും ഭാവി കാലം എനിക്ക് അറിയാൻ കഴിയും, പക്ഷെ എന്റെ ഭാവി ഞാൻ എങ്ങനെ അറിയും? ഞാൻ മുകളിലായിരുന്നെങ്കിൽ. ഇത്ര തിരക്ക് പിടിച്ച് നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ, പുതിയ മേജറിന്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങുന്ന കാര്യം. അതിനുവേണ്ടി പോവുക. ഭയങ്കര സ്ട്രിക്റ്റ് ആത്രേ, പങ്ക്ച്വാലിറ്റി വേറെ. അതുകൊണ്ടാ ഇത്ര നേരത്തെ പോവാന്ന് കരുതിയേ. എന്തോ അയാളെ കാണാൻ പോവാണോ അതോ നിന്റെ മിലിറ്ററി മാനിനെ കാണാൻ പോവാണോ എന്തോ എനിക്കെങ്ങനെ അറിയാം? ദേ നോക്ക്, അത് മാൻ അല്ല, മാനിക്വിൻ. എപ്പ നോക്കിയാലും പാവ പോലെ ഒരേ എക്സ്പ്രഷൻ, സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ അയാളെ പറ്റിയൊക്കെ ഇതിനെ ഓർമ്മിപ്പിക്കുന്നേ. നീ കുറ്റം പറയുന്നു, അയാളെ വേണ്ടെന്നും പറയുന്നു. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ നിങ്ങൾ കണ്ടുമുട്ടുന്നേ? ഇതെല്ലാം വിധിയുടെ വിളയാട്ടമാണെന്ന് തോന്നുന്നില്ലേ? നോക്ക്, ഇനി ഒരിക്കൽ കൂടെ നീ വിധിയുടെ വിളയാട്ടെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ കൈ ഒടിച്ചെടുക്കും ഞാൻ. എന്തായാലും അങ്ങനെ ഒരാളും കല്യാണം കഴിക്കില്ല. ഇനിയിപ്പൊ കഴിച്ചാലും അതേ കാലം നിക്കില്ല, ഓടിപ്പോവും. അയാളെ പറ്റി ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് താല്പര്യമില്ല. ബൈ. ആ പിന്നെ വരുന്ന സമയത്ത് 2 സോപ്പ്, 3 ബോഡി സ്പ്രേ, 1 റൂം സ്പ്രേ, പിന്നെ അത്രേ ഉള്ളോ? അത്രേ ആക്കണ്ട, വരുമ്പോ ഞാൻ 4 കുട്ടികളെയും കൂടെ കൊണ്ടുവരാം. എന്ത് പറ്റി? ഇന്ന് എല്ലാവരും വളരെ സൈലന്റ് ആണല്ലോ.
അഞ്ജലി മോളെ, നീയും വളരെ സൈലന്റ് ആണല്ലോ, എന്തു പറ്റി? പ്ലീസ് അങ്കിൾ സൈലന്റ് ആയിട്ടിരിക്കെ. ഞങ്ങള് നല്ല സ്ട്രെസ്സിലാ. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. എന്റെ അമ്മോ, നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് സ്ട്രെസ് ആയിട്ടുണ്ട്. ആദ്യമായിട്ടാ നിങ്ങൾ സ്ട്രെസ് ആകുന്നത് കാണുന്നത്. ശരി, ഇതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നേ? കുറച്ചു നേരം റേഡിയോ കേൾക്കാം. ആ ഇന്നത്തെ നക്ഷത്ര ഫലത്തിൽ അടുത്ത് വരുന്നത് മിഥുന രാശി. ആ, എന്റെ രാശി, എന്റെ രാശി. ഇന്ന് ഈ നക്ഷത്രമുള്ളവർക്ക് നല്ലത് മാത്രമേ നടക്കൂ. അയ്യോ, വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടും മാത്രമേ അയ്യോ. ഞാൻ എന്നെ പറ്റി എങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ല. എന്നാലും അഞ്ജലി മോളെ, എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ എവിടെ പോയാലും ഭാഗ്യം എന്റെ പുറകെ കിയ, കിയ, കിയ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. എന്റെ വീട്ടിലെല്ലാവരും എന്നെ ലക്കി എന്നാ വിളിക്കുന്നത്. ഓബിയസ്ലി എന്നെല്ലാരും അങ്ങനെ വിളിക്കുന്നത്. ലക്കി അങ്കിളുടെ മുഖം കണ്ടാലേ പറയും. പക്ഷേ ആ സന്തോഷം അനുഭവിക്കുന്നതിന് മുന്നോടിയായി കഷ്ടങ്ങൾ ഭൂകമ്പം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ ചിന്തിക്കും മുമ്പേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വന്ന നിങ്ങളുടെ ജീവിതം മുഴുവനായി തകർത്തിട്ട് പോകുന്നു. ഇന്ന് ഈ രാശിക്കാർ എന്ത് ചെയ്താലും അവർ ചെയ്തതിനെ കുറിച്ച് വ്യക്തമായ ഒരു കണക്കുണ്ടായിരിക്കണം. കാരണം വരാൻ പോകുന്ന ദോഷം ആർക്കും തടയാൻ പറ്റില്ല. അയ്യോ, ഇതെന്താ രാത്രി ആരോ ഞങ്ങൾ ഉണ്ടാക്കിയ പ്ലാനും രാവിലത്തെ ഞങ്ങളുടെ പ്രിപ്പറേഷനും കണ്ടിട്ട് അങ്കിളിന്റെ ഫ്യൂച്ചറിനെ പറ്റി പറയുന്നു. അങ്കിള് പറയുന്ന ലക്കിയാണെന്ന്. അവരാണെങ്കിൽ ജീവിതം തവിട് പൊടിയാവൂന്ന് പറയുന്നു. ഇപ്പൊ അങ്കിളുടെ ഫ്യൂച്ചർ മനസ്സിലായോ? എന്റെ ഫ്യൂച്ചറിനെ ഓർത്ത് എനിക്കൊരു വിഷമവും ഇല്ല, ഒരു പേടിയും ഇല്ല, ആശങ്കയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ ഫ്യൂച്ചർ മഹേന്ദ്രൻ സാറിന്റെ കയ്യില് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കുന്നേ. ഞങ്ങൾ അങ്കിളിന്റെ അടുത്ത് ഓടിപ്പോയത് ഡാഡി എങ്ങാനും അറിഞ്ഞ ഡാഡിന്റെ കയ്യിൽ നിന്ന് അങ്കിൾ ഉറപ്പായിട്ടും തീരും. അനന്ത് പറ, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അങ്കിളുടെ ഫ്യൂച്ചർ വളരെ നന്നായിരിക്കും എന്നാ ഞാൻ പറയാൻ വന്നത്. അങ്കിൾ കാറൊന്ന് നിർത്തോ. എന്തിനാ മോളെ? എന്തിനാണെന്ന് പറഞ്ഞാലേ നിർത്തോളോ. നിർത്തോ നിർത്തോ നിർത്തോ. നിർത്തിയായിരുന്നു. ഇപ്പൊ പറഞ്ഞ മോളെ, എന്തിനാ നിർത്താൻ പറഞ്ഞേ? പെന്ന് വാങ്ങണം. എന്താ അമ്മ മോളെ, നിന്റെ കയ്യിൽ എക്സ്ട്രാ പെന്നില്ലേ? ആ ഉണ്ട് ഉണ്ട്. മോന്റെ കയ്യിലില്ലേ? ഹലോ കുടവരങ്കിൾ, പെണ്ണ് വേണ്ടത് എനിക്കാ. എന്നാ എന്ത്? കുടവേറുള്ളവരെ അങ്ങനെയല്ലേ വിളിക്കാ? പഠിക്കുന്നവർക്ക് പേനയും പെൻസിലും ഒക്കെ വേണ്ടി വരും. നിന്നെ പോലെ ടൈം പാസ് ചെയ്യുന്നവർക്ക് എന്തിനാ? ചിരിച്ചോ ചിരിച്ചോ, നല്ലതുപോലെ ചിരിച്ചോ. ഇനി ആ മുഖത്ത് ചിരിയും ഉണ്ടാവില്ല, ചിരിക്കാനായിട്ട് അങ്കിളും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും എന്താ രാവിലെ മുതൽ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടോ? സോറി. എന്താ? എന്തിനാ? കുറച്ച് കഴിയുമ്പോ അങ്കിളിന് തന്നെ മനസ്സിലാവും. അഞ്ജലി, പെട്ടെന്ന് പോയി പെന്ന് വാങ്ങിട്ട് വാ. അഞ്ജലി മോളെ, നീ എന്തിനാ വെറുതെ പോകുന്നത്? ഞാനുണ്ടല്ലോ, നിനക്ക് ഏത് പേര് വേണമെന്ന് പറയാ, ഞാൻ വാങ്ങിട്ട്. അങ്കിള് വാങ്ങിക്കാൻ പോയാ ഇവിടെ ഞങ്ങള് നോക്കാൻ വേറെ ആരോളെ? ഓ ഓ, ആ പറഞ്ഞത് ശരിയാണ് മോളെ. പോയിട്ട് വേഗം വന്നേക്ക്. അഞ്ജലി മോളെ, ബാഗ് എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒരിടത്തും വെച്ചിട്ട് പോവാൻ പാടില്ലെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. ഓ ശരി, കൊണ്ടുപോ. ബൈ അങ്കിൾ. അങ്കിളിനെ ഒരുപാട് മിസ് ചെയ്യും. ബൈ. ആളിച്ചിരി കുസൃതി ഉണ്ടെങ്കിലും ഇമോഷൻസ് ഇത്തിരി കൂടുതലാ. പാവം അഞ്ജലി മോൾക്ക്. ശ്രദ്ധിച്ചു പോണേ അഞ്ജലി മോളെ. അങ്കിൾ, ഞാനും അഞ്ജലിയുടെ കൂടെ പോട്ടെ. അവൾ ഒറ്റയ്ക്കല്ലേ പോകുന്നേ,
എന്തേലും കുസൃതി കാണിച്ചാ ഡാഡി വഴക്ക് പറയില്ലേ? അതെ അമ്മ മോളെ, നീ കൂടി ചെല്ല്. അഞ്ജലി മോളാണെങ്കിൽ ആരോടും അങ്ങനെ മിണ്ടാതെ നിൽക്കില്ല. ചെല്ലു ചെല്ലു, വേഗം ചെല്ല്. ആ ഓക്കെ. അയ്യോ അങ്കിൾ, ഏ, ഏ. കാശ് എന്റെ ഉള്ളത്, ഞാൻ കൊടുത്തിട്ട് വരാമേ. അയ്യോ, അഞ്ജലി മോള് എപ്പോഴും ഇങ്ങനെ തന്നെയാ. ചെല്ലു മോനെ, വേഗം അതുകൊണ്ട് കൊടുക്ക്. ശരി അങ്കിൾ, നീയും പെട്ടെന്ന് വാ. എന്താ നീ പോകുന്നില്ലേ? നിങ്ങൾ തന്നെ എന്നോട് കുറച്ച് കഴിയുമ്പോ പോവാൻ പറയുമല്ലോ, അപ്പൊ ഞാൻ പോവാം. എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനാ പോകാൻ പറയുന്നേ? അങ്കിള് പറയുമെന്നേ, വേണമെങ്കിൽ കണ്ടോ, അങ്കിളിന് തന്നെ മനസ്സിലാവും. ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാൾ പിറയോ തൊടിയോ തുടുത്തും തിരുവാതിരയോ പെണ്ണിൻ ആകാശ് മോനെ, പോയവരെ ഇതുവരെ തിരികെ കണ്ടില്ലല്ലോ. നീ പോയി ഒന്ന് നോക്കിയിട്ട് വരുമോ? ശരി അങ്കിൾ. ആ, നിങ്ങൾ തന്നെ എന്നോട് കുറച്ച് കഴിയുമ്പോ പോവാൻ പറയുമല്ലോ, അപ്പൊ ഞാൻ പോവാം. എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനാ പോകാൻ പറയുന്നേ? അങ്കിള് പറയുമെന്നേ, വേണമെങ്കിൽ കണ്ടോ. അല്ല ആകാശ് മോൻ, ഞാൻ തന്നെ പോകാൻ പറയൂന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ അതുപോലെ പറഞ്ഞു. ഞാൻ പറയും മുമ്പേ ഞാനിത് പറയുമെന്ന് അവനെങ്ങനെ അറിയാം? ഓ, എന്റെ മനസ്സ് കുട്ടികൾ നേരത്തെ വായിച്ചെടുത്തു. അല്ല, ഒരാളുടെ പുറകെ മറ്റേ ആള് ബാഗ് കൊടുത്തോണ്ട് പോയതല്ലേ? എന്നിട്ട് ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. അനിയ ഇവിടെ സ്റ്റേഷനറി. സ്റ്റേഷനിലേക്ക് ഇതുവഴി പോണം. അയ്യോ, സ്റ്റേഷനല്ലടാ, സ്റ്റേഷനറി കട. എന്തിനാ ചൂടാവുന്നേ? ചൂടാവുന്ന അല്ല അനിയ, ഇവിടെ എവിടെയെങ്കിലും പുസ്തകങ്ങളോ ബുക്കോ ഒക്കെ വിൽക്കുന്ന കടകളുണ്ടോ എന്ന് ചോദിച്ചതാ. ഇവിടെ ഒന്നുമില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അവിടെയാണ് കടയെങ്കിൽ അഞ്ജലി മോൾ എന്തിനാ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത്? അല്ല അനിയ, 4 കുട്ടികളെ. എന്നെ കണ്ട് അങ്ങനെ തോന്നോ? ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അയ്യോ, കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് തന്റെ കുട്ടികളെ അല്ലടോ. 4 കുട്ടികള്, 2 ആണും 2 പെണ്ണും. ഇത് വഴിയെ പോകുന്നത് കണ്ടോന്ന് ചോദിച്ചതാ. കണ്ടില്ല. വലിയ ഉപകാരം. ഇവിടെ കടയുമില്ല, അവരെ കാണാനുമില്ല. ശരിക്കും എന്തിനാ ഇവിടെ നിർത്താൻ പറഞ്ഞത്? എന്തിനായിരിക്കും എല്ലാരും ഇറങ്ങിയത്? കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എന്തായിരിക്കും അത്? ഞങ്ങള് മൂന്നാറിലേക്ക് പോവാ. ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ അങ്കിളിന്റെ അടുത്ത് ഓടിപ്പോയത് ഡാഡി എങ്ങനെ അറിഞ്ഞ ഡാഡിന്റെ കയ്യിൽ നിന്ന് അങ്കിൾ ഉറപ്പായിട്ടും തീരും. അയ്യോ, ചതിച്ചല്ലോ. കുട്ടികളെന്നെ ചതിച്ചല്ലോ. അവരെന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞല്ലോ. ലീലേ. ആ മാഡം പറഞ്ഞോ. ഈ വലത് കണ്ണ് രാവിലെ മുതൽ തുടിച്ചോണ്ടേ ഇരിക്കുക. അങ്ങനെയാണോ? അപ്പൊ ഇന്ന് മാഡത്തിന് എന്തോ ഉണ്ട്. എന്തുണ്ടെന്ന്? എന്തോ ഉണ്ട്. അതെ എന്താണെന്ന് ഈ ചോദിച്ചേ? എന്തെങ്കിലുമൊക്കെ നടക്കുന്നേ. ഓ, നീ നിർത്തിക്കേ. കൺഫ്യൂസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് പറ. രാവിലെ മുതലേ മാഡത്തിന്റെ വലത് കണ്ണ് തുടിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. എന്ന് വെച്ചാ മാഡത്തിന് ഇന്നെന്തോ പ്രശ്നം നടക്കാൻ പോകുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇടത് കണ്ണ് തുടിക്കുവാണെങ്കിൽ നല്ലത് നടക്കുമെന്നാണോ? അതെ മാഡം. അതെങ്ങനെ മാഡത്തിന് അറിയാം? നീ ഒന്ന് പോയേ. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും പറയാലോ. ഓ, നീ ഒരു കാര്യം ചെയ്യ്, ഈ കണ്ണിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചേ. മതി, എടുത്തോ.
കണ്ടില്ലേ ഇപ്പൊ ശരിയായി. ഇതിനാണോ നീ എന്തോ നടക്കാൻ പോവാണ്, പ്രളയം വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്? ഈ രാഘവൻ ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കുന്നത്? പറയ് രാഘവ. ഹലോ മാഡം, എല്ലാം വെള്ളത്തിലായി മാഡം. കുട്ടികള് അവര് ഞങ്ങള് മൂന്നാറിലേക്ക് പോവാ. ബൈ അങ്കിൾ. അങ്കിളിനെ ഒരുപാട് മിസ് ചെയ്യും. ഇതെന്താ ഷോക്ക് അടിച്ചതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു? മാഡം മാഡം മാഡം, അതെങ്ങനെയാ അങ്ങനെ പോകുന്നേ? അവിടെ എവിടെയെങ്കിലും കാണും, നല്ലോണം നോക്ക്. അയ്യോ, അവിടെ ഇവിടെ എല്ലായിടത്തും ഞാൻ നോക്കി മാഡം. കണ്ടവരോട് എല്ലാവരോടും ചോദിച്ചു മാഡം. അയ്യോ, ആരും കണ്ടില്ലെന്ന് പറയുന്നു മാഡം. ഇപ്പൊ എന്താ ചെയ്യാം മാഡം? സാറിനോട് ഇത് വിളിച്ചു പറയാം മാഡം. ഞാനിത് സാറിനോട് പറഞ്ഞു നോക്കട്ടെ. അയ്യോ വേണ്ട, മഹേന്ദ്രൻ ഈ കാര്യം അറിയാൻ പാടില്ല. അതെന്താ മാഡം? അത് പിന്നെ അദ്ദേഹം അരുന്ധതി പോയ സങ്കടത്തിലിരിക്കല്ലേ. ഇപ്പൊ കുട്ടികളെ കൂടെ കാണാനില്ല എന്ന് പറഞ്ഞാ വിഷമം കൂടുകയുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ഓഫീസിൽ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? മാഡം പറയുന്നത് കറക്റ്റ് ആണ് മാഡം. സ്നേഹം മുഴുവനും കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യും മാഡം? വൈകുന്നേരത്തിനുള്ളിൽ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാൻ നിന്നെ ഫോൺ ചെയ്യാം. അതുവരെ നീ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. ശരി മാഡം. ഓ മക്കളെ, കുട്ടികളെ കുട്ടികളെ എന്തു പറ്റി മാഡം? കുട്ടികൾ എവിടേക്ക് പോയെന്ന്? എന്താ? ഞാൻ പറഞ്ഞതല്ലേ മാഡം, രാവിലെ മുതൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എന്റെ വാക്ക് കേട്ടില്ലല്ലോ. സാറിന്റെ അടുത്ത് എന്താ പറയണ്ടെന്ന് പറഞ്ഞ എല്ലാം അവസാനിക്കില്ലേ മാഡം? എല്ലാം കൂടി അങ്ങ് അവസാനിക്കും. ഈ വീട്ടിൽ എന്റെ സ്ഥാനം പിന്നെ പുറത്തായിരിക്കും. മനസ്സിലായോ? കുട്ടികളെ നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞ മഹേന്ദ്രൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നെ. ഇപ്പൊ കുട്ടികൾ പുറത്തു പോയത് എനിക്ക് തടയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മഹേന്ദ്രന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം നേടിയെടുക്കാൻ പറ്റില്ല. എന്നാ സാറിന്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയണ്ടേ മാഡം? പറഞ്ഞ അവരോടനെ CID പോലെ പോയി കുട്ടികളെ എല്ലാം കണ്ടുപിടിച്ചോണ്ട് വരുവോ? ഇല്ലല്ലോ. പെട്ടെന്ന് ആ വാർത്ത കേട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ അത് പിന്നെ വലിയൊരു പ്രോബ്ലം ആയി മാറും. അപ്പൊ ഇത് ആരോടും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് മാഡം? അവരെ വൈകുന്നേരത്തിനുള്ളിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എവിടെ ഉണ്ടെന്നും എനിക്കറിയില്ല. പക്ഷേ മഹേന്ദ്രന് സംശയം തോന്നുന്നതിന് മുൻപ് ആ കുട്ടികളെ വീട്ടിലേക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കണം.